ദൈവത്തിൻ്റെ വചനം നമ്മൾ വീണ്ടും വിചിന്തനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അടുത്ത വാക്യം വെച്ച് അടുത്ത വായിക്കുക. പത്താമത്തെ വാക്യങ്ങൾ നോക്കിക്കേ. മൂന്നാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു വാചകമാണ് നമ്മൾ എടുക്കുന്നത്, ഒരു സെന്റൻസ്. നിനക്ക് നന്നായിരിക്കേണ്ടത്. നിനക്ക് നന്നായിരിക്കേണ്ടത്. ഒന്നിന്ന് അത്ര എടുത്താൽ മതി. ഇനി അതിന് തുടർച്ചയായിട്ട് നമുക്ക് 3-ാമത്തെ വാക്യങ്ങൾ ലഭിക്കാം. നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം? കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിലേക്ക് ചെല്ലുക. പിന്നെ 4-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ വേദഭാഗം, അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക. 10-ാം വാക്യത്തിൽ നിന്നും ഒരു വാചകം എടുക്കുകയാണ്, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ചുരുക്കി പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഈ പ്രസംഗം വേണമെങ്കിൽ എനിക്ക് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി പ്രസംഗിക്കാനുണ്ടായി. ദൈവസന്നിധിയിൽ ഒരു നീതി കാണിക്കണമല്ലോ എന്ന് ഓർത്ത് അരമണിക്കൂർ നേരത്തേക്ക് ഇത് തയ്യാറാക്കിയതാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത 5-6 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു. യൂത്തിന്റെ പുസ്തകത്തിലെ ചരിത്രപരമായിരിക്കുന്ന വിഷയമെല്ലാം ദൈവമൊന്നും അറിയാം. മോവാബിയ സ്ത്രീയായിരിക്കുന്ന ഈ രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലേക്ക് ചെല്ലുന്നതും ബോവസിന്റെ ഭാര്യമതത്തിലേക്ക് വരുന്നതുമാണ്. അതോടുകൂടെ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഒരു സാധാരണ കല്യാണം പോലെ കഴിഞ്ഞൊരു സാധാരണ ഭാര്യയായിട്ട് അത്യാവശ്യം കഞ്ഞിയും കളിയൊക്കെ വെച്ച് ഒരു കൊച്ചു വീട്ടിൽ പാർത്ത് അത്യാവശ്യം പിള്ളേരെയൊക്കെ കണ്ട് അത്യാവശ്യം കൊച്ചു സമാധാനവും സന്തോഷവുമായിട്ട് അങ്ങ് ഒതുങ്ങി കൂടാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറമായ രീതിയിൽ ദൈവത്തിന്റെ വലിയ കരുതൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ചിന്ത ഒരിക്കൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കുന്ന ആത്മീയ സന്ദേശം ഇതാണ്. നമ്മുടെ ആത്മമണവാളനാകുന്ന ബോവസിനോട് എത്രമാത്രം ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആത്മമണവാളനാകുന്ന ബോവസാകുന്ന നല്ല കർത്താവിനോട് എത്രമാത്രം ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമോ അത്രമാത്രം നാം ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായി ദൈവാനുഗ്രഹങ്ങൾ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ആ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ രൂത്തിന്റെ അമ്മായിയമ്മയായിരിക്കുന്ന നവോമി പറഞ്ഞിരിക്കുന്ന കുറെ നിർദ്ദേശങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ അതിന്റെ കുടുംബപരമായ ചരിത്രപരമായ പശ്ചാത്തലം, ഒരു വീട്ടിലുണ്ടായ ദുരന്തങ്ങൾ, മോവാബ് ദേശത്തേക്ക് അവർ ഇറങ്ങി ചെല്ലുന്നത്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ അവൾ ഭാഗ്യവശാൽ ആ നാട്ടിലെ ധനാഢ്യനായിരിക്കുന്ന ബോവസിന്റെ വയലിൽ യവക്കൊയ്ത്തിന്റെ കാലത്ത് കാലാമറക്കാനായിട്ട് പോയിരിക്കുകയാണ്. പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന ആളുകൾക്കാണ് സമ്പന്നരുടെ വയലിലെ വിളവെടുപ്പിനോടനുബന്ധമായിട്ട് കാലാമറക്കുവാനായിട്ട് പോകുന്നത്. ലേവ്യ പുസ്തകത്തിൽ മോശ മുഖാന്തരമായി ഇസ്രായേലിന് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന
പരദേശികളെയും ദരിദ്രരെയും ഇല്ലായ്മയുള്ളവരെയും നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങളുടെ പറമ്പിലെ, നിങ്ങളുടെ കണ്ടത്തിന്റെ വയലിലെ കൃഷിയിടത്ത് കതിര് വളർന്ന് പാകമായി നിങ്ങൾ കൊയ്യുമ്പോൾ അരികെ ചേർത്ത് കൊയ്യരുത്, മൊത്തം കിട്ടിക്കൊണ്ട് പോകരുത്. കുറെ എന്ത് ചെയ്യണം? വയലിൽ ഇട്ടിരിക്കണം. അതെന്തിനാണെന്നുള്ള ചോദ്യം വരുന്നതിന് മുമ്പേ തന്നെ ദൈവം ഇവിടെ മുൻകൂട്ടി പറയുന്നുണ്ട്, അത് വിധവമാർക്കും പരദേശികൾക്കും ദരിദ്രർക്കും ഉള്ളതാണ്, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് അവിടെ ഇടേണ്ടത്. ഇങ്ങനൊരു പ്രമാണം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ദൈവപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ആ നാട്ടിലെ സമ്പന്നനും ധനാഢ്യനുമായിരിക്കുന്ന ബോവസിന്റെ വയലിലേക്ക് പോകുന്നത്. പക്ഷേ ബോവസിന്റെ വയലിലാണ് പെറുക്കുവാൻ പോയതെന്ന് അമ്മായിയമ്മ ആദ്യം അറിഞ്ഞില്ല, നവോമി അറിഞ്ഞില്ല. രൂത്ത് പോയി പെറുക്കി യവം കറ്റകളുമായിട്ടും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് സന്തോഷകരമായ സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ 2-ാം അധ്യായത്തിൽ തന്റെ അടുക്കലേക്ക് യവൻ കറ്റകളുമായിട്ട് വന്ന തന്റെ മരുമകളെ കണ്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: മോളെ, നീ എവിടെയാണ് പെറുക്കാൻ പോയത്? ആരുടെ വയലിലാണ് പോയത്? അതിന്റെ ഉടമസ്ഥനെ നീ കണ്ടോ? ആ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രൂത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്തെ ഇന്ന വയലിൽ ഇന്നയാളുടെ അടുക്കലേക്കാണ് പോയത്. ദൈവത്തിന്റെ സ്തോത്രം. കുറച്ചു നേരം നവോമി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, ആ ബന്ധമൊന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നവോമിക്ക് മനസ്സിലായി, ആ മനുഷ്യൻ സാധാരണക്കാരനായ ഒരാളല്ല. ഇവിടെ രൂത്തിനോട് പറയാം, മോളെ, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മുടെ കുടുംബത്തിന്റെ ചാർച്ചയിൽ പെട്ടിരിക്കുന്ന ഒരാളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു സാധാരണക്കാരനല്ല, ഒരന്യനല്ല, നാട്ടിലെ വെറും ഒരു ധനാഢ്യനായിരിക്കുന്ന മനുഷ്യനല്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുവനാണ്. ഇതുപോലെ വചനം കേട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർക്കുക, ആരുടെ അടുക്കലാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഒരന്യന്റെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ അടുക്കൽ, നമ്മുടെ ആത്മാർത്ഥ സ്നേഹിതന്റെ അടുക്കൽ, നമ്മുടെ ആത്മമണവാളന്റെ അടുക്കൽ, നമ്മുടെ രക്ഷകന്റെ അടുക്കൽ, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന സർവശക്തനായ ജീവനുള്ള ഏക സത്യ ദൈവത്തിന്റെ അടുക്കലാണ് ഇന്ന് പകലിൽ എല്ലാവരും വന്ന് ചേർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചെന്ന വയലിന്റെ പ്രത്യേകതയും വയലിന്റെ ഉടമസ്ഥന്റെ പ്രത്യേകതയും നവോമി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ദീർഘവീക്ഷണത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്താ ദീർഘവീക്ഷണത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നറിയാമോ? തന്റെ മരുമകൾ, വിധവയായി നിലനിൽക്കുന്ന തന്റെ മരുമകൾ ഭാവിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമാണെങ്കിൽ ബോവസിന്റെ ഭാര്യാമതത്തിലേക്ക് വരണം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും മാനുഷികമായ നിലയിൽ ചെയ്തു കൊടുക്കേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്യുകയാണ്. മറ്റൊരു ഭാഗത്ത് അത് തിരിഹിതമാണെങ്കിൽ മാത്രം ഒരു സാധാരണ വിവാഹാലോചന പോലെയല്ല ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക നിയോഗത്താൽ, ഒരു പ്രത്യേക കാഴ്ചപ്പാടിനാൽ, ഒരു പ്രത്യേക രീതിയിൽ അവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ ക്രമീകരണത്തിന്റെ ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തുടക്കമാണല്ലോ നമ്മൾ വായിച്ചത്. 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? നിനക്ക് നന്നായിരിക്കേണ്ടതിന്. കണ്ടില്ലേ നിങ്ങൾ? നിനക്ക് മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന്. ആധുനിക പരിഭാഷ എന്ന് പലപ്പോഴും ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഈ ആധുനിക പരിഭാഷ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, മകളെ, നിന്റെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കട്ടെ. ശ്രദ്ധിച്ചോ നിങ്ങൾ? ദൈവത്തിന്റെ സ്തോത്രം. ഇതാണ് അതിന്റെ യഥാർത്ഥ പരിഭാഷ. നവോമി പറയുക, ഇവിടെ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ കുറെ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നാൽ ആ ക്രമീകരണം പഴയ ഭാഷാന്തരത്തിൽ കിടക്കുന്നതാണ്. നിന്റെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഞാൻ നിനക്കൊരു ഭർത്താവിനെ കണ്ടുപിടിക്കട്ടെ. ഇന്ന് മുതൽ ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ആരാ നമ്മുടെ ആത്മമണവാള്? നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവാണ്. അപ്പൊ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയോ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായി വായിച്ചു ധ്യാനിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
നിനക്ക് നന്നായിരിക്കേണ്ടതിന് വേണ്ടിയോ? രണ്ടും ഒരാശയം തന്നെയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നവോമിയിലൂടെ അവിടെ പറഞ്ഞിരിക്കണം അറിയാമോ? ഒന്ന്, നീ കുളിക്കണം. രണ്ട്, നീ തൈലം പൂശണം. മൂന്ന്, നീ വസ്ത്രം ധരിക്കണം. നാല്, നീ കളത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. അഞ്ചാം സന്ദേശം എങ്ങനെയാണ്? ഞാൻ പറയുന്നയാളിന്റെ കാൽക്കരുടെ പുതപ്പ് മാറ്റിയിട്ട് ആ കാൽക്കലേക്ക് നീ പോയി സമർപ്പണ മനോഭാവത്തോടുകൂടെ ആയിരിക്കണം. അഞ്ചിന്റെ ആത്മീയ സന്ദേശം ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. നീ കുളിക്കണം. ആത്മീയ ദൂതിതാണ്, നീ ശുദ്ധീകരണം പ്രാപിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിന് വേണ്ടി ദൈവാത്മാവ് പറയുകയാണ്. ആത്മീയ വീക്ഷണത്തിൽ ദൈവവചനത്താൽ എപ്പോഴും നമ്മൾ ആത്മീയ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നന്നായിരിക്കണമെങ്കിൽ ആത്മീയ ശുദ്ധീകരണം ആവശ്യമാണ്. എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നന്നാകത്തില്ല. അപ്പൊ നമ്മുടെ എല്ലാ ആത്മീയ മണ്ഡലങ്ങളിലും ഭൗതിക മണ്ഡലങ്ങളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനും അത് നന്നായി വരണമെങ്കിലും ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നല്ല നാഥനും നമ്മുടെ നല്ല കർത്താവുമായിരിക്കുന്ന നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവിന്റെ ആ മണവാട്ടി പദത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന ആ പദവിയുടെ പൂർത്തീകരണം കാണാൻ കഴിയുന്നത് കർത്താവ് ഗംഭീരനാഥത്തോടോ പ്രധാനത്തിന്റെ ശബ്ദത്തോടോ ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കൂ. നമ്മുടെ മത്തായിച്ച് ഉയർത്തെഴുന്നേൽക്കൂ. നമ്മുടെ ഉയർത്തെഴുന്നേൽക്കൂ. ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ ഉമ്മപ്പള്ളി സഭയിൽ വാങ്ങിപ്പോയ മുഴുവൻ ദൈവമക്കളും ഉയർത്തെഴുന്നേൽക്കൂ. ജീവനോട് ശേഷിക്കുന്ന മുഴുവൻ വിശുദ്ധന്മാരും രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ഇങ്ങനെ നാം എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവിനോട് ചേരുന്ന സന്തോഷകരമായ ഒരു ദിവസം അടുത്തു വരികയാണ്. അതാത്മാവിൽ നമുക്ക് കാണാൻ കഴിയണം. നാം നന്നായിരിക്കേണ്ടതിന്റെ ഏറ്റവും പ്രാധാന്യത ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നല്ല ബോധസാകുന്ന നല്ല ആത്മമണവാളനായിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടി പദത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ചെന്നെത്തണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്: ശുദ്ധീകരണം പ്രാപിക്കണം. നീ കുളിച്ചിട്ട് ചെല്ലണം. നീ കുളിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കുളിച്ചിട്ടില്ല എന്നുള്ള ആശയമല്ല. ഈ ഒരു കാര്യത്തിന് വേണ്ടി നീ പോകണ്ടേ? നീ പോകുമ്പോൾ നല്ല കുളിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ നീ ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് മുമ്പേ ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിച്ച് ചെല്ലണം. രണ്ടാമത്തെ സന്ദേശം, നീ എന്ത് ചെയ്യണം? തൈലം പൂശണം. തൈലം പൂശണം. ദൈവത്തിന് സ്തോത്രം. രണ്ട് സന്ദേശങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. തൈലം എന്തുകൊണ്ടാണ്? എണ്ണ കൊണ്ടാണ്. പിന്നെ തൈലം പൂശുന്നത് സൗരഭ്യത്തെ കാണിക്കുകയാണ്. പക്ഷെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: പരിശുദ്ധാത്മാവാകുന്ന തൈലത്തിന്റെ സുഗന്ധം നമ്മിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആത്മാഭിഷേകത്തിന്റെ നിറവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? നിനക്ക് നന്നായിരിക്കേണ്ടതിന് ആത്മാവിന്റെ വ്യാപാര തൈലം കൊണ്ട് ഒരു നിറവുണ്ടായിരിക്കണം. ഒരു കാലമേ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നിനക്ക് നന്നായിരിക്കേണ്ടതിന് നീ ശുദ്ധീകരണം പ്രാപിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടത് നീ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ കൊണ്ട് നീ എപ്പോഴും ഒരു അഭിഷേകത്താൽ നിമഞ്ജനം ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകണം. മൂന്നാമത് ദൈവാത്മാവിന് പറയുവാനാണ് നീ വസ്ത്രം ധരിക്കണം. വസ്ത്രം, നിലവിലുള്ള വസ്ത്രം മാറിയിട്ട് നീ എന്ത് ചെയ്യണം? ഒരു പുതിയ വസ്ത്രം ധരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പല വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും അത് പറഞ്ഞേ മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും. അടുത്തത് ആർക്ക് പറയുന്നത്? അവന്റെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കയിൽ വെച്ചിരിക്കുകയാണ്. രക്ഷയുടെ വസ്ത്രത്തിന്റെ നിറവ് എപ്പോഴും ഉണ്ടായിരിക്കണം. രക്ഷയുടെ പവിത്രതയിൽ നിലനിൽക്കണം.
ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടവനാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്, പൂർണ്ണമായി നിത്യരക്ഷയിലേക്ക് മണവാട്ടി പദത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ദൈവിക രക്ഷയുടെ വസ്ത്രം എപ്പോഴും ഉണ്ടായിരിക്കണം. രക്ഷാവസ്ത്രം നഷ്ടപ്പെടുത്തി കളയരുത്. രക്ഷാവസ്ത്രത്തിൽ അഴുക്കുകൾ വരരുത്, മാലിന്യം വരരുത്. രക്ഷാവസ്ത്രം തിളങ്ങി നിൽക്കണോ. രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യുതി പോകുന്നു. സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യുതി പോകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. തിളക്കമുള്ള രക്ഷയുടെ തിളക്കത്തിൽ എന്ത് ചെയ്യണം? നിൽക്കണം. രക്ഷാവസ്ത്രത്തിൽ ചെളിയാകരുത്, കാലപ്പഴക്കത്താൽ ചെളിയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് പുറമെയുള്ള ശരീരത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അകമയുള്ള ശരീരത്തിന് വാർദ്ധക്യമില്ല. അകമയുള്ള മനുഷ്യൻ കഴുകനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. അവൻ രക്ഷാവസ്ത്രം അതെപ്പോഴും ഉണ്ടായിരിക്കണം. നാലാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കളത്തിലേക്ക് നീ ചെല്ലണം. ദൈവത്തിന്റെ സ്തോത്രം. യവക്കറ്റകൾ കൊയ്തു വെച്ചിരിക്കുന്ന യവക്കറ്റകൾ മെതിച്ച് യവത്തിന്റെ വൈക്കോലും അതിന്റെ കതിരും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ബോവസ് വിശ്രമിക്കുന്നത്. ആ കളത്തിൽ മുഴുവനും കറ്റകളാണ്, ആ കളത്തിൽ മുഴുവനും ധാന്യമണികളാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ കളം മുഴുവനും സമൃദ്ധിയെ കാണിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നീ മല്ല് പിടിച്ചുകൊണ്ട് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവിക നന്മയിലേക്ക് നീ അങ്ങ് ഇറങ്ങിച്ചെല്ലണം. ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആത്മശക്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. വേണമെങ്കിൽ ബോവസ് ഇങ്ങോട്ട് വരത്തേമല്ല, നിന്നെ അന്വേഷിച്ച് നിന്റെ അടുക്കലേക്ക് കളം വിട്ട് ബോവസ് ഇപ്പോൾ വരത്തില്ല. നിനക്ക് ബോവസിനെ കാണണമെങ്കിൽ, മണവാട്ടി വനത്തിലേക്ക് വരണമെങ്കിൽ, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ബോവസിന്റെ കളത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണം. ബോവസിന്റെ അടുക്കലേക്ക് ചെല്ലണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവാനുഗ്രഹത്തിലേക്ക്, ദൈവിക നന്മകളിലേക്ക്, ദൈവിക നിറവിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആരാധന ജീവിതത്തിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക്, ക്രമങ്ങളിലേക്ക്, കൃപാകരങ്ങളിലേക്ക്, വെളിപ്പാടുകളിലേക്ക്, ദർശനങ്ങളിലേക്ക് നീ കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലണം. എനിക്ക് കുറച്ചുകൂടി ഇറങ്ങി ചെല്ലുവാനായിട്ടുണ്ട്, കുറച്ചുകൂടി ധ്യാനിക്കുവാനുണ്ട്, കുറച്ചുകൂടെ പഠിക്കുവാനുണ്ട്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനുണ്ട്, കുറച്ചുകൂടി ആരാധിക്കാനുണ്ട്, കുറച്ചുകൂടെ ദൈവശബ്ദം കേൾക്കാനുണ്ട്. എന്തിനു വേണ്ടി? എനിക്ക് നന്നായിരിക്കേണ്ടതിന്. ഏറ്റവും ഒടുവിലായിട്ട് അഞ്ചാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം ഇതാണ്. നീ കളത്തിലേക്ക് ചെന്നിട്ട് കളത്തിലെ ഭംഗിയും കണ്ടുകൊണ്ട് നീ ഇരിക്കരുത്. കളത്തിൽ കിടക്കുന്ന ധാന്യമണികൾ മുഴുവനും കണ്ടുകൊണ്ട് അതിന്റെ എണ്ണ കൊടുത്തുകൊണ്ട് നീ നിൽക്കരുത്. നീ അതിൽ കേട്ടുകൊണ്ട് നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. കളത്തിന്റെ മൂലയ്ക്ക് ഒരാൾ പൊതിച്ചു മൂടി കിടക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരനല്ല. അവന്റെ കാലുകൾ കടുക്കിലേക്ക് ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, നമ്മുടെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കണം. വെച്ചിട്ടുണ്ടല്ലോ, മടങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക, ആ പാദപീഠത്തിൽ സമർപ്പിക്കുക. അപ്പാവിനാലെ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ, ഒരു വിടുതൽ വേണമെങ്കിൽ, ഒരു നന്മ വേണമെങ്കിൽ, ഒരു സൗഖ്യം വേണമെങ്കിൽ, ഇന്ന് പകൽ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നന്നായിരിക്കേണ്ടതിന് ആ കാൽപാദങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. സമ്പൂർണ്ണ സമർപ്പണം, സമ്പൂർണ്ണ വിധേയപ്പെടൽ. സമ്പൂർണ്ണ വിധേയപ്പെടൽ. കാല് പിടിക്കുക, കാലുകളെ സ്പർശിക്കുക, കാൽപാദം തൊടുക എന്ന് പറയുമ്പോൾ അതിലും വലിയ ഒരു താഴ്മയില്ല. ഉണ്ടോ? എന്തിനാ കാല് പിടിക്കാൻ പോകുന്നത്? കാല് പിടിക്കാൻ നിർവാഹമല്ല, അതുകൊണ്ട് പോയി കാല് പിടിച്ചു. കാല് പിടിക്കുന്നതിനേക്കാളും വലിയൊരു പിടുത്തം പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ അങ്ങേയറ്റം താഴ്മയെന്ന് പറയുന്നത് കാലുപിടുത്തം പറയുന്നത്. കാലുപിടുത്തം പറയുന്നത് ബോവസിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് തലഭാഗത്തല്ല കിടക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം കൈഭാഗത്തല്ല. നീ ആ കാലിന്റെ അടുക്കിലേക്ക് ചെല്ലുക, അവിടെ താഴ്മയെ കാണുവാൻ കഴിയുന്നു. എന്റെ വാക്ക് ചുരുക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നന്നായിരിക്കേണ്ടതിന് നീ ശുദ്ധീകരണം പ്രാപിക്കണം. നീ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ കൊണ്ട് നീ അഭിഷേകം ചെയ്യപ്പെടണം.
മൂന്നാമത് പറയുന്നു, നിന്റെ രക്ഷാവസ്ത്രം എപ്പോഴും ഭംഗിയുള്ളതായി നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയണം. നാലാമത് പറയുന്നു, ദൈവാനുഗ്രഹത്തിലേക്ക് നീ ആത്മാർത്ഥമായി കുറച്ചുകൂടെ ഇറങ്ങിച്ചെല്ലണം. അഞ്ചാമത് പറയുകയാണ്, എത്രമാത്രം കർത്താവിന്റെ കാൽപാദങ്ങളിലേക്ക് സമർപ്പണത്തോട് നിനക്ക് ചെല്ലുവാനായിട്ട് കഴിയുമോ അവിടെ ദൈവ പ്രവൃത്തി കാണുവാനായിട്ട് കഴിയും. കരകർത്ത കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ട് ഒന്നുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഈ ആരാധനാലയത്തിൽ ഇന്ന് ഞായറാഴ്ച ഏറ്റവും ഒടുവിലായിട്ട് കണ്ട ദൈവശബ്ദത്തോടെ ബന്ധത്തിൽ ആദരങ്ങൾ തുറന്നുകൊണ്ട് സ്തോത്രസ്തുതികളോട് ആത്മനിറവിൽ നമുക്ക് പ്രതികരിച്ച് പ്രാർത്ഥിക്കാം. എനിക്കും എന്റെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയ്ക്ക് നന്നായിരിക്കേണ്ടതിന് ഈ ദൂത് ഞങ്ങൾ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ് കർത്താവേന്ന് ഹൃദയംഗമായി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ദൈവമേ, നന്ദിയോട് ഞങ്ങൾ സ്തോത്രം അർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തിയുള്ള വചനത്തിനായി സ്തോത്രം, അങ്ങയുടെ ദൂതകൾക്കായി സ്തോത്രം, അങ്ങയുടെ ആലോചനകൾക്കായി സ്തോത്രം. ആ വചനത്താൽ ഒരുക്കപ്പെട്ടവരായി മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ.